ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കരാറടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. കരാറടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് 5 വർഷത്തേക്കൊക്കെയാണ് നിയമനം. അത് മാത്രമല്ല, അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരികയും ചെയ്യും. അപ്പം ഇതിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ മറ്റൊരു യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 5 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 5 നോട്ടിഫിക്കേഷനും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൂടെ കാണാം, നോട്ടിഫിക്കേഷനിലൂടെ ഇങ്ങനെ കാണാം. ഓക്കെ, ഈ 5 നോട്ടിഫിക്കേഷൻ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷനായിട്ടാണ് പറയുക. അപ്പം 5ലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാത്തിലും പറയില്ല, അത് കോമൺ ആയിട്ട് ഒരു പ്രാവശ്യമേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടോ. ഓക്കെ, അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അപ്രൻറ്റിഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോ കാണുക, കാരണം ഇത്തരത്തിലാണ് ഇതിലേക്ക് വേക്കൻസി വരുന്നത്, ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത്തരം അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറഞ്ഞ എമൗണ്ടിലാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ടെമ്പററി ആയിട്ട് വിളിക്കാറുണ്ട്, പെർമനൻ്റ് ആയിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എലിജിബിൾ അല്ലാത്തൊരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 61K ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആ ഒരു വലിയൊരു സംഖ്യയിലേക്ക്, ഒരു 1 lakh എന്നുള്ളതിലേക്ക് നമ്മളെ ചാനൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ആദ്യം ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കൂടെ കാണാം, ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 19 ജൂൺ 2024 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. ഫിക്സഡ് ആയിട്ട് കരാറടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്കുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ BA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് BA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏത് വിഷയമാണെങ്കിലും കുഴപ്പമില്ല. ഇനി എന്താണ് BSc, നിങ്ങൾക്ക് ജസ്റ്റ് BSc ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ BSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഫൈൻ ആർട്സിലൊന്നും ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഈ പറയുന്ന BA ഓർ BSc അല്ലെങ്കിൽ ഈ പറയുന്ന BCA കഴിഞ്ഞ 60% മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുന്നതാണ് കേട്ടോ. അപ്പം എക്സ്പീരിയൻസ് വേണ്ട ഒന്നെങ്കിൽ ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കമ്പനീസ്, ഈ പറഞ്ഞിരിക്കുന്ന കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് സെമി ഗവൺമെൻറ് കമ്പനികളിലൊക്കെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ ഇത്തരം മേഖലയിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയൊക്കെ സെലക്റ്റീവായിട്ട് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 19 ജൂൺ മുതൽ നിങ്ങൾക്ക് 12 ജൂലൈ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. 7 വേക്കൻസി നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത്. ജനറൽ 4, SC 1, OBC 2 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ST കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എത്ര വർഷത്തേക്കാണ് നിയമിക്കുന്നത് വെച്ചാൽ 5 വർഷത്തേക്കാണ് ഇനിഷ്യലി നിയമിക്കുന്നത്. പിന്നീട് പ്രൊജക്റ്റിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ച് അത് നീട്ടാവുന്നതാണ് കേട്ടോ, പെർഫോമൻസിനൊക്കെ അനുസരിച്ച്. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ വർഷം എത്ര നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 18,000 പെർ മന്ത്, രണ്ടാമത്തെ വർഷം കിടക്കുമ്പോൾ 18 സംതിങ് വരും. പിന്നെ നമുക്ക് 5th ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും 19,531 രൂപയാണ് നമുക്ക് മന്ത്ലി റെമ്യൂണറേഷൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 30 വയസ്സാണ് ഏജ് കണക്കാക്കുന്നത് കേട്ടോ. SC/ST കാൻഡിഡേറ്റ്സ്, അതായത് SC കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഡേറ്റ് 12 ജൂലൈ 2024 എന്ന് പറയുന്ന ഈ ഡേറ്റാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ ഏജ് കണക്കാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഈസി ടൂൾസിൽ വന്നാൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് കേട്ടോ. അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മെത്തഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ ടെസ്റ്റും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇത് 2 ഓഫ്ലൈനാണ് എക്സാം ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനാണ് 80 മാർക്കിന് ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ബാക്കി ഈ പറയുന്ന 20 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ്, റീസണിങ്, അതുമായി ബന്ധം പിന്നെ റിട്ടൺ സ്കില്ല് നോക്കാൻ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി നോക്കുകയാണെങ്കിൽ 20 മാർക്കിന് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കട്ടോ. ഓക്കെ, എല്ലാം കൂടെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ അത്രയും കൂടും. 5 നോട്ടിഫിക്കേഷൻ ഉള്ളതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഞാൻ വെറുതെ തള്ളി മറിക്കുന്നതല്ല. നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ബെനിഫിറ്റാണ്. ഇനി ഇതിൽ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 300 രൂപ അപേക്ഷ ഫീസ് ഉണ്ട് ഇതിലേക്ക്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് അതുപോലെ PWD കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസ് കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ,
ദെൻ ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ വരികയാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ജൂൺ 19 വന്നിരിക്കുന്നത്. ബൂത്ത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതും എന്താണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഇതും ഈ പറയുന്ന ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെയിൻറ്റിംഗ് ആണ് ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാം SSLC പ്ലസ് IT കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഈ പറയുന്ന പെയിൻറ്റർ എന്ന് പറയുന്ന ട്രേഡിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിലോ അല്ലെങ്കിൽ ഫിറ്ററിലോ ഏതെങ്കിലും 3 ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡ്യൂറേഷനുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അപ്രൻറ്റീഷിപ്പ് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ട്രൈ ചെയ്യട്ടോ. പിന്നെ ബാക്കി അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് അതുമാണ് അതിൻ്റെ കൂടെ വെച്ചാൽ മതി. ഇനി നമുക്ക് ജൂൺ 19 മുതൽ ജൂലൈ 12 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. 2 വേക്കൻസിയാണ്, ജനറൽ 1, OBC 1. ഓക്കെ, അപ്പോൾ OBC ആണെങ്കിൽ OBCക്കാർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജനറൽ ആണെങ്കിൽ 30 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, 5 വർഷമാണ് ഇതിൻ്റെയും പോസ്റ്റിംഗ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ വർഷം 22,170 മുതൽ 5ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും 23,823 വരെ നമുക്ക് എന്താണ് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കും. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു 30 OBC എന്ന വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള ഓഫ്ലൈൻ ടെസ്റ്റും അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം, എത്രയാണ് അതിൻ്റെ വെയിറ്റേജ് എന്നൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതിനടുത്ത് ഇനി 3ാമത്തെ നോട്ടിഫിക്കേഷനാണ് അവിടെ ഞാൻ നോക്കുന്നത്. നമുക്കിവിടെ കാണാം 3ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇത് വന്നിരിക്കുന്നത് ജൂൺ 11 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതും ഈ പറയുന്ന ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ്. അതിൽ തന്നെ നമുക്ക് വിവിധ ഡിസിപ്ലിൻ വൈസ് നോക്കാം. ഇലക്ട്രിക്കൽ ക്വാളിറ്റി കൺട്രോൾ വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. മിനിമം 3 ഇയർ ഡ്യൂറേഷനുള്ള എക്സ്പീരിയൻസ് വേണം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എക്സ്പീരിയൻസ് ഏതൊക്കെ മേഖല ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത വന്നിരിക്കുന്നത് നമുക്ക് അസിസ്റ്റൻറ്റ് മാനേജർ മെറ്റീരിയൽസ് ആണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ നിങ്ങൾക്ക് BA or BTech അങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷനിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്കാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ സ്റ്റോർസ് മാനേജ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഈ പറയുന്ന വിഷയത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റോർ മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ ഇതിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കണം. പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇതിന് അടുത്ത നമുക്ക് അസിസ്റ്റൻറ്റ് മാനേജർ മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് പറയുന്നത് 11 ജൂൺ മുതൽ നിങ്ങൾക്ക് 5 ജൂലൈ വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. നിങ്ങൾക്ക് ആകെ വേക്കൻസി 3 അതിൽ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ കാറ്റഗറിയിലേക്ക് OBCക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ ഏത് കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ജനറൽ വേക്കൻസിയാണ് കേട്ടോ. ഇനി ഇതിൽ 5 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. കരാർ അടിസ്ഥാനത്തിൽ അതിൻ്റെ റിമ്യൂണറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. 49 ഫസ്റ്റ് വർഷം, പിന്നെ നിങ്ങൾക്ക് 54,540 വരെ എത്തും എന്നുള്ളതാണ് 5ാമത്തെ വർഷം. അത്യാവശ്യം നല്ല റിമ്യൂണറേഷൻ ഉണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിന് 50 മാർക്ക് ഉണ്ടായിരിക്കുക, പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 20 മാർക്ക്. പിന്നെ നിങ്ങൾക്ക് ബാക്കി 30 മാർക്ക് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനും അതുപോലെ നിങ്ങളുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വേണം. അപ്പോൾ അതിനുള്ള മാർക്കാണ് കേട്ടോ. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അപേക്ഷ ഫീസ് ഉണ്ട്. 400 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് PWD ഒന്നും ഫീസ് അടയ്ക്കേണ്ട. നമുക്ക് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വീഡിയോയുടെ അവസാനം പറയാം. ഇനി അടുത്ത് വന്നിരിക്കുന്നത് 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 4ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഡേറ്റ് ജൂൺ 18 വന്നിരിക്കുന്നത്. പ്രൊജക്റ്റ് ഓഫീസർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ അതിൻ്റെ വിവിധ പ്രൊജക്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റ് ഓഫീസർ തന്നെ മെക്കാനിക്കൽ ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർക്ക് 60% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 24 ജൂൺ മുതൽ ജൂലൈ 12 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ 2, SC 1 അങ്ങനെ ആകെ മൊത്തം 3 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് മാക്സിമം 3 ഇയർ ഡ്യൂറേഷനാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റും പെർഫോമൻസിനനുസരിച്ച് എന്ത് ചെയ്യും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. റെമ്യൂണറേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 35,000 മുതൽ 40,000 വരെ കിട്ടുന്നതാണ്. പിന്നെ അഡീഷണൽ നമുക്ക് കോമ്പൻസേഷൻ എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്താലൊക്കെ കിട്ടും 3000.
30 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ SC വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ആ കാൻഡിഡേറ്റ്സിന്. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂവിനായിട്ട് ടോട്ടൽ നമുക്ക് 50-20 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും വർക്ക് എക്സ്പീരിയൻസിനോട് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് എൻ്റെ സെലക്ഷനിൽ വരുന്നത്. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് വരുന്നത് നമുക്ക് 400 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. SC/ST PWD കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കണ്ട. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം പറയാം. ഇനി അടുത്ത് നമ്മൾ 5ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് 5ാമത്തെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, 5ാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കാണാം. 19 ജൂണാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് സൂപ്പർവൈസറി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതും കരാറടിസ്ഥാനത്തിലുള്ള നിയമനം തന്നെയാണ്. സൂപ്പർവൈസറിയിൽ മെക്കാനിക്കൽ ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITI ഈ പറയുന്ന വെൽഡിംഗ് ട്രേഡിലോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെഞ്ച് ഫിറ്റർ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലംബർ ട്രേഡ്, ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 7 ഇയർ എക്സ്പീരിയൻസ് വേണം. ITI കഴിഞ്ഞവരാണെങ്കിൽ 15 വർഷം എക്സ്പീരിയൻസ് വേണം കേട്ടോ. എല്ലാ പോസ്റ്റിനും ആ ഒരു എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ ITI കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 7 വർഷം എക്സ്പീരിയൻസ് വേണം. ITI കഴിഞ്ഞവരാണെങ്കിൽ 15 വർഷം എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്ത് പെയിൻറ്റിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ, BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇനി 3 ഇയർ ഡിപ്ലോമ ഇൻ എനി ബ്രാഞ്ച്, ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ITI കഴിഞ്ഞവർക്ക് ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അത് നിർബന്ധമാണ്. അടുത്ത സ്കഫോൾഡിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ITI വെൽഡിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ പ്ലംബർ ട്രേഡ്, ഇതിലേതെങ്കിലും ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി അടുത്തത് HR ആണ്. നിങ്ങൾ എന്താണ് BA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 60% മാർക്ക് വേണ്ടത്. പക്ഷേ ഇതിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ 19 ജൂൺ മുതൽ നിങ്ങൾക്ക് 12 ജൂലൈ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 16 വേക്കൻസിയാണ് ടോട്ടൽ. SC/ST ജനറൽ OBC വേക്കൻസി ഒക്കെ ഇവിടെ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസി ഇവിടെ കാണാം. ഇനി ഇതിലേക്ക് 5 വർഷത്തേക്കാണ് നിയമനം. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. റെമ്യൂണറേഷൻ ഇവിടെ കാണാം. 40,000 മുതൽ നിങ്ങൾക്ക് 44,164 വരെ. 5ാമത്തെ വർഷമാകുമ്പോഴത്തേക്കും അത്രയും ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Phase 1, Phase 2, Phase 3. Phase 1 റിട്ടൺ ടെസ്റ്റ് ആണ്. മറ്റേത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആണ്. Phase 2, Phase 3 പ്രാക്ടിക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സ് ഒന്നും അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതില്ല. PWDക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയാം. അപ്പോൾ നമ്മളെല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നോ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരെ സ്ക്രോൾ ചെയ്യുക. അവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടെ കൊടുക്കുന്നുണ്ട്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇത് ഓരോന്നിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സൂപ്പർവൈസർ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ബൂത്ത് ഓപ്പറേറ്റർ, അസിസ്റ്റൻറ്റ് മാനേജർ, പ്രൊജക്ട് ഓഫീസർ ഓരോന്നും ഇവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ള ലിങ്ക് ഉണ്ട്. അപ്ലൈ ആവുന്നുള്ള ലിങ്കിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളെന്താണ് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷനാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിങ്ങൾ ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഹിയർ ഫോർ 1 ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ ഇതാണ് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്. അതൊന്ന് വായിക്കുക. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം അതുപോലെ ലാസ്റ്റ് നെയിം ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതായിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, യൂസർ നെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കാം കേട്ടോ യൂസർ നെയിം ആയിട്ട്. അതിനുശേഷം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മാനുവലായിട്ട്. ദെൻ റിപ്പീറ്റ് പാസ്വേഡ് എന്നുള്ളത് കാണാം നിങ്ങൾക്കൂടെ. നമ്മൾ എന്ത് ചെയ്യുക, പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ ഇമെയിൽ ID കൊടുക്കുക. ദെൻ റിപ്പീറ്റ് ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് വീണ്ടും കാണിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആ സെയിം മാതൃക തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത് കേട്ടോ. ഇത് സെയിം ഫോമാണ് ഉണ്ടാകുക. അതെങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ക്വാളിഫിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക. കുറച്ച് ലോജിക്ക് യൂസ് ചെയ്യണം ഞാനിതിൽ ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആവശ്യമുള്ള ക്വാളിഫിക്കേഷനൊക്കെ അതിൽ ആഡ് ചെയ്യണം കേട്ടോ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഇത് വാച്ച് ചെയ്യുക. അതിനുശേഷം ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിക്കുക. ഇതാണ് ഇതിലിങ്ങനെ ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ, ഇതാണ് ആ വീഡിയോ കേട്ടോ. ഓക്കെ, ഇതിലോരോ ഫോമിൻ്റെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ സ്ക്രീനിൽ ഇതായി കാണിച്ച വീഡിയോ. അപ്പോൾ ഇത് കാണുക എന്നുള്ളതാണ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷന് വേണ്ടി. ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നമുക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൻ്റെ ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു പേജാണ് വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ കുറച്ച് നിങ്ങൾക്കിത് സോർട്ട് ചെയ്യാൻ പറ്റും, അത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഏതൊക്കെയാണ് നിലവിലുള്ള വേക്കൻസി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്താൽ മതി, കീവേഡ്സ് ഒന്നും കൊടുക്കേണ്ടില്ല. നമുക്ക് എല്ലാ വേക്കൻസിയും അറിയാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ഓൾ എന്നുള്ളതാക്കിക്കാം. ഓക്കെ, കാറ്റഗറി എല്ലാം ഓൾ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അത് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെ വരിക, അങ്ങനെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ സ്റ്റാർട്ട്, അടിയിൽ നിന്നുള്ള ബട്ടണുണ്ട് സ്റ്റാർട്ട്, മുകളിലൂടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക, അപ്പം വന്നിരിക്കുന്ന വേക്കൻസികൾ മൊത്തം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പബ്ലിഷ് ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പബ്ലിഷ് ഡേറ്റ് നോക്കാം, 19/6 നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ബൂത്ത് ഓപ്പറേറ്റർ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, സൂപ്പർവൈസർ തന്നെ HR, അങ്ങനെ ഡിസിപ്ലിൻ വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ട്. ഓക്കെ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം 6/6 വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ഇവിടുന്ന് കേട്ടോ. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ്. ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇതിലെന്ത് ചെയ്യുക നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടി. ഇപ്പോൾ ഞാൻ ഓഫീസ് അസിസ്റ്റൻ്റാണ്, അതിലത് ക്ലിക്ക് ചെയ്യുക നമ്മൾ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം എനിക്കിത് അവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് അവിടെ കാണാം നിങ്ങൾക്ക്. എന്നിട്ട് നമ്മളത് അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗോൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്താണ് ഇത് കാണില്ല കേട്ടോ. ഈ വിൻഡോ വരില്ല, ലോഗോൺ എന്നുള്ള വിൻഡോ വരില്ല. നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാണ്, അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടും. അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.